നിങ്ങൾ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലെ അതായത് 2023-24 ഫൈനാൻഷ്യൽ ഇയറിലെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ട് ടാക്സ് റീഫണ്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ടാക്സ് റീഫണ്ടിനെ കുറിച്ച് നിങ്ങളുടെ ഇമെയിലിലെ ഇൻബോക്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലോ പലപ്പോഴും നിങ്ങൾ മെസ്സേജുകൾ റിസീവ് ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ ഇത് 99% വ്യാജമായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പ് അനുസരിച്ചിട്ട് അവർ യാതൊരുവിധ കാരണവശാലും ടാക്സ് പേയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവരെ പാൻ നമ്പറോ ബാങ്ക് അക്കൗണ്ട് നമ്പറോ അല്ലെങ്കിൽ അവർ റീഫണ്ട് ചെയ്യാൻ പോകുന്ന എമൗണ്ടിനെ കുറിച്ചോ യാതൊരുവിധ മെസ്സേജുകളോ ഇമെയിലുകളോ അയക്കാറില്ല. ഇത് ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു സൈബർ അറ്റാക്കാണ്. ഇത് പ്രിപ്പയർ ചെയ്ത് അയക്കുന്ന വ്യക്തികൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവർ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീല് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ അതേപോലെ ഏതെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒഫീഷ്യൽ ആണെന്ന് ഉള്ള യാചനയാണ് ഇതേപോലെയുള്ള മെയിലുകളും മെസ്സേജുകളും അയക്കുന്നത്. റീസെൻ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഒരു സബ്സ്ക്രൈബറിന് റിസീവ് ചെയ്ത ഒരു ഇമെയിലാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ ഇമെയിൽ അയച്ചിരിക്കുന്നത് incomedax-e-filing@HASHATGLABS.in. ഈ ഇമെയിലിൻ്റെ അഡ്രസ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു ഫ്രോഡാണ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല ഈ ഇമെയിൽ അയച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഡിയർ XYZ, ദിസ് ഈസ് ദ അപ് ടു ഡേറ്റ് ഇ-ഫൈലിംഗ് അപ്ഡേറ്റ്. വി വിഷ് ടു കമ്മ്യൂണിക്കേറ്റ് ടു യു റിഗാർഡിംഗ് യുവർ ഓതറൈസ്ഡ് റീഫണ്ട് ഓഫ് 32,132.69 which has collected over the years. Kindly reply with your PAN number for assistance in initiating your e-filing refund application. Central Processing Center, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇന്ത്യ ഗവൺമെൻറ്. നോക്കുക, ഈ രീതിയിലാണ് ഇമെയിൽ അയച്ചിരിക്കുന്നത്. സാമാന്യ ബുദ്ധിയുള്ള ഏത് വ്യക്തിയും ഈ ഇമെയിൽ വായിച്ചു നോക്കിയാൽ അവർക്ക് മനസ്സിലാകും ഇത് ഫ്രോഡാണ്, ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അയച്ചിരിക്കുന്ന മെസ്സേജ് അല്ല എന്ന്. പലപ്പോഴും ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ പല വ്യക്തികളും ഇതേപോലെ ഉള്ള കാര്യങ്ങൾ മറന്നു പോവുകയും അപ്പോൾ അവർക്ക് വലിയൊരു എമൗണ്ട് ടാക്സ് റീഫണ്ടായിട്ട് ലഭിക്കാൻ പോകുന്നു എന്നറിഞ്ഞ് ഈ ഇമെയിലിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, പാൻ കാർഡിൻ്റെ നമ്പർ, ഡെബിറ്റ് കാർഡിൻ്റെയോ ക്രെഡിറ്റ് കാർഡിൻ്റെയോ നമ്പർ, അതേപോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഇമെയിലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. ഇതൊരു വ്യക്തി മാത്രം ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇൻകം ടാക്സ് റീഫണ്ട് വരുന്ന സീസണിൽ ഇതേപോലെയുള്ള ഇമെയിലുകൾ സാധാരണയായിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത വ്യക്തികൾക്ക് ലഭിക്കാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തത് ഇതിലൊരു തരത്തിലുള്ള ഒരു ഇമെയിൽ മാത്രമാണ്. പക്ഷേ പല ഇമെയിലുകളിലും പലതരത്തിലുള്ള ടെക്സ്റ്റാണ് അപ്പിയർ ചെയ്യുന്നത്. ചില ഇമെയിലുകളിൽ അവരാവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ടാക്സ് റീഫണ്ട് ഉണ്ട്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് തരിക, അല്ലെങ്കിൽ ഈ പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറോ ഡെബിറ്റ് കാർഡ് നമ്പറോ ക്രെഡിറ്റ് കാർഡ് നമ്പറോ എൻ്റർ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന OTP അപ്ഡേറ്റ് ചെയ്യുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ ഷെയർ ചെയ്യുക. ഇതേപോലെയുള്ള പല കാര്യങ്ങളും പല രീതിയിലുള്ള ഇമെയിലുകൾ നമ്മുടെ ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഫിഷിംഗ് എന്ന് പറയുന്ന ഒരു സൈബർ ക്രൈമാണ്. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള തട്ടിപ്പുകൾ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ടാക്സ് റീഫണ്ട് മാത്രമല്ല, ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ട് ഒട്ടനവധി കാര്യങ്ങളെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഇതേപോലെയുള്ള ഇമെയിലുകളും മെസ്സേജുകളും നമുക്ക് പലപ്പോഴും ലഭിക്കാറുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് റിലയബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നല്ല ഒരു ഇമെയിൽ ലഭിക്കുന്നതെങ്കിൽ ലിങ്കിൽ പ്രസ് ചെയ്യുകയോ സെൻസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുകയോ ചെയ്യാതിരിക്കുക. ഒരു ബാങ്കും ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മെയിലിൽ ചോദിക്കാറില്ല, അല്ലെങ്കിൽ ഫോണിൽ ചോദിക്കാറില്ല. പല സമയങ്ങളിലും നമ്മുടെ മൊബൈൽ ഫോണിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് മെസ്സേജുകൾ വരാറുണ്ട്, ഫോൺ കോളുകൾ വരാറുണ്ട്. അതിന് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും മറ്റും പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദിനംപ്രതി കോടിക്കണക്കിന് രൂപ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇതേപോലെ നഷ്ടപ്പെടുന്നുണ്ട്. അതിലൊരു 80% കേസുകൾ നാണക്കേടുകൊണ്ട് പലരും റിപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷെ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റീസ് ആക്ഷൻ എടുത്ത്
പണം റിക്കവർ ചെയ്യുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരിക്കൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ പണം തിരിച്ചെത്തുക അല്ലെങ്കിൽ ആ പണം തിരിച്ചു പിടിക്കുക എന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതേപോലെ സൈബർ അറ്റാക്ക് നടത്തുന്ന വ്യക്തികൾ ഇത് വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു 90% കേസുകളും അവർ പിടിക്കുവാനും വളരെ ബുദ്ധിമുട്ടാണ്. അതിനാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടുമുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ്, നമുക്ക് ഇമാതിരി ലഭിക്കുന്ന മെസ്സേജുകളോ ഇമെയിലുകളോ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഇൻബോക്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക, അതിൻ്റെ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.